മാഷയുടെ യാത്ര തൃശ്ശൂരിൽ വരുന്ന സമയത്ത് രാമനിലയത്തില് ശോഭാ സുരേന്ദ്രന്റെ മുറിയിലേക്ക് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു തലപ്പൊക്കമുള്ള ഒരാൾ വരുമ്പോ അയാളുടെ പെട്ടി പിടിക്കുന്നത് ആരാണ് എന്ന് നോക്കേണ്ട കാര്യം എനിക്കില്ല. എന്റെ ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡൽഹിയിൽ ചെന്ന് ലളിത് ഹോട്ടലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതേ നന്ദകുമാറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് അവിടെ നിന്ന് ഒരു സുപ്രീം കോടതിയുടെ വക്കീൽ മുഖാന്തരം സന്ദേശം കൊടുക്കുന്നത്. അപ്പൊ രണ്ട് തലയും പിടിക്കുക, കണ്ടമാനം കോടികൾ കിട്ടുമോ എന്ന് നോക്കുക. ഈ പരിശ്രമങ്ങൾ നടത്തുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടക്കട്ടെ, അതവിടെ മുന്നോട്ട് പോകട്ടെ. അല്ല നടത്തിയില്ലല്ലോ, നിങ്ങൾ ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപ കവർന്നെടുക്കുന്നവരുടെ പിറകിൽ നടക്കാനുള്ള തന്നെയാണ് കാര്യം. ശോഭാ സുരേന്ദ്രന് 8 സെന്റ് ഭൂമി എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് സൗകര്യമുള്ളവർക്ക് ഞാനത് വിൽക്കും. പക്ഷേ അഡ്വാൻസ് തന്ന് പണം ബാക്കി തരാത്തവന് ആ ഭൂമി കൊടുക്കാനായിട്ട് ഇത് വെള്ളരിക്കപ്പെട്ടതല്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞല്ലോ. പിന്നെ പറഞ്ഞു എന്റെ ചേച്ചിയുടെ ഭർത്താവിന് ബോൺ ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു. എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടുപേര് തേക്കിൻകാട്ടിൽ നാരായണൻ. അവരുടെ വീട് പാർലിക്കാടിലെ തേക്കിൻകാട്ടിൽ നാരായണൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുകയും ബോൺ ക്യാൻസർ അധികരിച്ചുകൊണ്ട് മരണമടയുകയും ചെയ്തോ ഇല്ലയോ? മാധ്യമ സുഹൃത്തുക്കളൊന്ന് വിളിച്ചു നോക്കുന്നേ. അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങി നിങ്ങൾ ആ വാർത്ത കൊടുത്തല്ലോ. നിങ്ങൾ അന്വേഷിക്കണം. ഒരു സ്ത്രീ ശോഭാ സുരേന്ദ്രൻ 10-30 വർഷമായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്കെന്താ 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം കിട്ടാൻ കേരളത്തിൽ? ഞാൻ വളരെ സംശുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. എന്റെ കുടുംബത്തെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പൊ ഞാനിവിടെ മാധ്യമപ്രവർത്തകരെ കാണാൻ വന്ന സമയത്ത് എന്റെ മകൻ വേദനയോടുകൂടി വന്നിട്ടുണ്ടല്ലോ. അയാൾ പോവാൻ കൂട്ടാക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ശോഭാ സുരേന്ദ്രന്റെ, ഞാൻ എന്റെ മകനോട് അതാ പറഞ്ഞത്, ഇതൊന്നും ശോഭാ സുരേന്ദ്രന്റെ ഒരു പുത്തരിയല്ല. അമ്മയെ ഇന്ന് ചിലപ്പോൾ കാണും, നാളെ ചിലപ്പോൾ അമ്മയെ ആരെങ്കിലും കൊല ചെയ്തെന്നിരിക്കും. തളരാൻ പാടില്ല. ഇതാണ് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞത്. ഇതൊന്നും കണ്ട് പെരുമാറുന്ന വിഷയമില്ല. വളരെ സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനാണ് ഇപ്പൊ നമ്മൾ പരാതി കൊടുത്തു. ആ വീഡിയോ ഞാൻ ദബേസ് സാഹിബിന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ DGP കൊടുത്തിട്ട് ദേശീയ വനിതാ കമ്മീഷന് പരാതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ നന്ദകുമാറിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. പക്ഷേ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം, അത് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ ധർമ്മസിനുള്ളതാണ്. ചേച്ചി പറഞ്ഞു നേരത്തെ 90% BJPയിലേക്ക് EP ജയരാജൻ ചെയ്തിട്ടുള്ള 90% ചർച്ചകൾ പൂർത്തിയായെന്ന് പറഞ്ഞു. പക്ഷേ MK രമേശുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇങ്ങനെ EP ജയരാജനുമായിട്ട് BJP ചർച്ച നടത്തി അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് തലത്തിലെ ഇപ്പോൾ കെ സുധാകരന്റെ ആവശ്യപ്പെട്ടത് പ്രകാശ് ജാവ്ദേക്കറും താങ്കളും രാജ് ചന്ദ്രശേഖരനും കൂടിയാണ് ചർച്ച നടത്തുന്നത് പറയുന്നത്. എന്താണ് അപ്പോൾ എവിടെയാണ് ചർച്ച പറയുന്നത്? പക്ഷെ മറ്റു നേതാക്കൾ അറിയില്ല, കേരളത്തിൽ മറ്റു നേതാക്കൾ അറിയില്ല. പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് അറിയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഞാനാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു പക്ഷെ ഒരാള് പാർട്ടിക്കകത്തേക്ക് ചർച്ച നടത്തുന്ന സമയത്ത് ഒരു നിർണായക ഘട്ടം വന്നാൽ എനിക്ക് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനുമായി സംസാരിക്കാം, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീമാൻ B മുരളീധരനുമായി സംസാരിക്കാം. എനിക്ക് അവിടെ അഖിലേന്ത്യാ തലത്തിൽ അവരുടെ സഹായം വേണമെങ്കിൽ ആ സഹായവും ഏറ്റുവാങ്ങാം. ഈ പ്രവർത്തനം അത് മുന്നോട്ട് പോകും. ഇനി പുതിയൊരു കമ്മിറ്റി വരും. ഇനി മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി വേറെ വരുന്നത് വരെ ഇത്തരം കാര്യങ്ങളിലെല്ലാം എനിക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ, പ്രകാശ് ജാവ്ദേക്കർക്ക് ഈ ഘട്ടത്തിൽ ഒരിക്കലും ഞാൻ കാണുകയോ ഇത്തരമൊരു മാറ്റർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. ചർച്ച ഡൽഹിയിൽ വെച്ച് വിദേശത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഗോകുലം ഗോപാലനും അതുപോലെ ചില മലമുറി കേസിലെ ആളുകളും അതുപോലെ വിദേശത്ത് പോയിട്ട് വലിയൊരു മുതലാളിയുടെ വീട്ടിൽ ചർച്ച നടത്തി അവിടെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് വേറെ ചില ആളുകളാണ്. ശോഭാ സുരേന്ദ്രൻ ആകെ 2 തവണയെ വിദേശത്ത് പോയിട്ടുള്ളൂ. അത് രണ്ടും ബഹ്റൈനിലെ മലയാളികളുടെ പ്രോഗ്രാമിലാണ്. ആ പോയ സമയത്തും ഞാൻ ഹോട്ടലിൽ താമസിച്ചില്ല. കാരണം എനിക്ക് ചുറ്റും ഇത്രയും കഴുകന്മാരുണ്ട് എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ഞാൻ ഏതൊരു എയറോഡ്രാമിൽ ചെന്നിറങ്ങുമ്പോഴും എന്റെ സ്വയംസേവകരെ വിളിക്കും. അവരെ വിളിച്ച് അവരുടെ വീട്ടിൽ പോയി താമസിക്കും, അവിടെ ഉറങ്ങും, അവിടെ ഭക്ഷണം കഴിക്കും. അതിനൊക്കെയുള്ള ബുദ്ധിയും നല്ല ബോധ്യവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. എന്തുകൊണ്ട് EP ജയരാജൻ എന്നുള്ള വ്യക്തിയുടെ പേര് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നല്ലോ. അല്ല, ഞാൻ അത് എന്തുകൊണ്ട് പരസ്യമായിട്ട് പറയുന്നില്ല. കാരണം ആളായി ഇയാളാണെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളത്?
കണ്ണൂർ ജില്ലയിലെ തലപ്പൊക്കമുള്ള ലീഡറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇന്ന് ശോഭാ സുരേന്ദ്രൻ അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പ്രത്യേക ശരീരഭാഷയിൽ നടന്നു പോകുന്ന ശ്രീമാൻ ജയരാജനെ നിങ്ങൾ എല്ലാവരും കണ്ടു. എനിക്ക് അദ്ദേഹം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ ജീവനോടുകൂടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ബി ജെ പിയിലേക്ക് ഒരാൾ വന്നു, എന്റെ വരെ ക്രെഡിബിലിറ്റി, അതായത് ഒരാളെ നമ്മൾ പാർട്ടിക്കകത്തേക്ക് ചേർക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ വലിയ നേതാക്കന്മാരുമായിട്ട് എല്ലാം തീരുമാനിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനിടയിൽ ആ വ്യക്തി പിന്മാറിപ്പോയാൽ അത് വ്യക്തിപരമായിട്ട് എനിക്കും കൂടി ദോഷമുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ ഇത്രയും നാൾ പറഞ്ഞില്ലല്ലോ മാധ്യമ സുഹൃത്തുക്കളോട്. കാരണം എനിക്കറിയും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ആദ്യത്തെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിൽ ഒന്നാം പ്രതിയാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ബലിദാനികളെ സൃഷ്ടിക്കാൻ. ആ ബലിദാനികളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിൽ എന്തെല്ലാം ചെയ്യും എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അവഗാഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ചില കാര്യങ്ങൾ പറയാതിരുന്നത്. പക്ഷേ ഇതെല്ലാം എന്നെ കൊണ്ട് ഈ ഗ്രൗണ്ടിൽ പറയിപ്പിച്ചതാണ്. അത്രയും ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. തൃശൂർ സീറ്റിൽ CPM വോട്ട് മറിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് താൻ മധ്യസ്ഥ ചർച്ച നടത്തിയതെന്നാണ് ഇന്ന് രാവിലെ നന്ദകുമാർ പറഞ്ഞത്. പ്രദേശ് രാഹുൽ നടത്തുന്നത് അതല്ലാതെ BJP ചേർന്നല്ല എന്നാണ് അയാൾ പറയുന്നത്. ആരാണ് ഈ നന്ദകുമാർ? ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ പിറകിൽ നടന്ന് പെട്ടി പിടിക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കാറില്ല. ഇപ്പൊ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറെ ശോഭാ സുരേന്ദ്രനെ കാണണം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ആ പദവി ഉള്ളിടത്തോളം വരുന്ന ആൾ ആരാണ് എന്ന് ഞാൻ നോക്കുകയില്ല. അദ്ദേഹവുമായിട്ട് എവിടെയും ഇരുന്ന് എനിക്ക് ചർച്ച നടത്താം. എനിക്ക് BJPയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിൽ സ്വന്തമായിട്ടൊരു മുറിയുണ്ട്. പുതിയ ആളുകളെ ചേർത്താൻ വേണ്ടി നമ്മൾ പോയി ഇരുന്ന് ഡിസ്കഷൻ നടത്താനുള്ള ഒരു നമ്പർ റൂം എനിക്കുണ്ട്. ഞാനിത് ഫ്ലക്സ് ബോർഡ് അടിച്ച് കേരളത്തിൽ വെക്കേണ്ടതായിരുന്നു. ശോഭാ സുരേന്ദ്രന് ഇത്രയും വലിയൊരു പദവി കിട്ടിയിട്ടുണ്ടെന്നും 5 അംഗ കമ്മിറ്റിയിൽ ഒരാളായിരുന്നുവെന്നും ഒക്കെ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്ലക്സ് ബോർഡ് വെക്കാമായിരുന്നു, വെച്ചില്ല. എന്തുകൊണ്ടാണ് നടച്ചത് പറയുന്നത്? എന്തുകൊണ്ടാണ് 90% എന്തുകൊണ്ട് EP പിന്മാറി? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ വ്യക്തമായിട്ട് അറിയാം, വളരെ വ്യക്തമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൽക്കീഴിലെ മണ്ണ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ മണ്ണ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആശ്രയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, ബീഡി തീർത്ത് കിട്ടിയിട്ടുള്ള പണം ശേഖരിച്ചു വെച്ച് മരണപ്പെട്ടുപോയ കോടിയേരി ബാലകൃഷ്ണന് ഷർട്ടും മുണ്ടും വാങ്ങിക്കൊടുത്ത തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ എന്നാണോ ഈ പ്രസ്ഥാനം അന്യായമായി വ്യവഹരിക്കാൻ തുടങ്ങിയത്, എന്നാണോ ഈ പ്രസ്ഥാനത്തിന്റെ ലീഡർ ശ്രീമാൻ പിണറായി വിജയൻ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടത്, എന്നാണോ ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ കൊട്ടേഷനും റോഡ് പണിയുടെ, പാലം പണിയുടെ ഈ കൊട്ടേഷൻ മുഴുവൻ സ്വന്തം മക്കളുടെ ബിനാമി കമ്പനിയായിട്ടുള്ള ഊരാളുകളിൽ കൊടുക്കാൻ തുടങ്ങിയത്, എന്നാണോ ഇവിടെ എന്തെങ്കിലും ഒരു 1100 കോടി രൂപയുടെ മരുന്നാണ് കേരളത്തിൽ ഒരു കൊല്ലം ഇവിടുത്തെ മനുഷ്യർ വാങ്ങി കഴിക്കുന്നത്. 1100 കോടിയുടെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും പോവുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മരുന്ന് കമ്പനി പ്രവർത്തിക്കാത്തത്? ആ മരുന്ന് കമ്പനി പ്രവർത്തിപ്പിക്കാത്തതാണ്. അതും ഈ പൈസ, ഇതിന്റെ ഈ പൈസയുടെ അഴിമതി പണത്തിന്റെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നല്ല ഡോക്ടർമാരില്ലാഞ്ഞിട്ടാണോ, നല്ല ഫാർമസിസ്റ്റുകളില്ലാഞ്ഞിട്ടാണോ, ടെക്നോളജിസ്റ്റുകളില്ലാഞ്ഞിട്ടാണോ ഇവിടെ ഇത്തരം ഒരു കമ്പനി വരാത്തത്? വരില്ല, വരാതിരിക്കാൻ കാരണം ഈ നാട്ടിൽ ഒരു വികസനവും വേണ്ട. ആകെ വികസിക്കേണ്ടത് സ്വന്തം മക്കൾ മാത്രമാണ് എന്ന് തീരുമാനിച്ച മുൻ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ലാവ്ലിൻ കേസിൽ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച, അങ്ങനെ ഒരു ചർച്ച ഒന്നിപ്പോ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, നന്ദകുമാർ എന്തെല്ലാം പറയും എന്തെല്ലാം പറയാതിരിക്കും എന്നതിനെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം അത് ശരിയാണ്. എന്റെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു, 10-30 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ ഒരു അത്യാഹിതം ഉണ്ടായിട്ട് ഈ 1,90,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ 1 സെന്റ് ഭൂമി അത് 1.25 ഒരാൾ വാങ്ങാൻ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനും ഇതേ നന്ദകുമാറും ചായ കുടിച്ചുകൊണ്ട് എന്റെ അതേ രോഗം ബാധിച്ച ചേച്ചിയുടെ മകന്റെ വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് പറഞ്ഞ ഒരുത്തൻ ഇത്രയും നീചമായിട്ടുള്ള പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോയപ്പോ
ഇതൊക്കെ എനിക്കൊരു അനുഭവ പാഠമാണ്. ഈ ഭൂമിയുടെ കാര്യത്തിൽ ഒരു കാര്യം ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഭൂമി അദ്ദേഹം നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഒരു മറുപടിയില്ല. അദ്ദേഹം ഏതോ ഒരു രേഖയാണ് എടുത്ത് കാണിക്കുന്നത്. അദ്ദേഹം കാണിക്കുന്ന ഈ രേഖ അദ്ദേഹമാണ് തെളിയിക്കുന്നത്. ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്റെ കയ്യിലുള്ള ഭൂമികളുടെ എല്ലാം രേഖ അഫിഡവിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത ഒരു സെന്റ് ഭൂമി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ നിമിഷം ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ തയ്യാറാണ്. അയാൾ പറയുന്ന കഥ അത് അയാൾ പറയുന്ന കഥയാണെന്ന്. അയാൾ പറയുന്ന കഥയാണ്. അങ്ങനെ ഭൂമി പിന്നെ അയാൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഏതോ ആളുകൾ കരാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ കരാറിന്റെ കോപ്പി കാണിക്കണ്ടേ? ഒരു കത്തുമില്ല, ഒരു കരാറുമില്ല. പിന്നെ നിങ്ങളുടെ സഹോദരിയായിട്ട് ശോഭാ സുരേന്ദ്രന് ഇത്ര ഗതിയില്ലാതായി പോയി എന്ന് കേരളത്തിലെ എല്ലാവരും അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. 10 ലക്ഷത്തിന് എന്റെ മകന് തന്നെ ഇപ്പോ ഈശ്വരാധീനം കൊണ്ട് സാലറി ഉള്ളത് എത്രയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ദൈവത്തിന്റെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത, കൊടുക്കാൻ ഉടുന്നിക്ക് മറുതുണിയില്ലാത്ത ഒരു അമ്മയാണ്. പക്ഷെ ആത്മാഭിമാനം കൊണ്ട് എപ്പോഴും തല നിവർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു മകൻ, നല്ല ശമ്പളം പറ്റുന്ന ഒരു മകനുള്ള ഒരു അമ്മയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും എന്റെ മകനോടല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ ചികിത്സിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എനിക്കത് തോന്നി. കാരണം വിലപിടിപ്പുള്ള ഒരു മരുന്ന് അത് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 3 ദിവസത്തിനുള്ളിൽ ഞാൻ എന്റെ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചത്. അതിനെയാണ് ഇത്ര ദൂരത്തിലേക്ക് നന്ദകുമാർ കൊണ്ടുപോയത്. നന്ദകുമാറിന്റെ പ്രശ്നമല്ല. നന്ദകുമാർ പറഞ്ഞു ജയരാജനെ അടുത്ത് കയറ്റുന്നതിന് മുമ്പ് നന്ദകുമാറിനെ അകത്തേക്ക് കയറ്റും. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഈ കോടികളുടെ കഥ പറയാൻ നന്ദകുമാർ ആഗ്രഹിച്ചു. അത് ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് നടക്കില്ല. നമ്മൾ 3 പേര് ഒരുമിച്ച് കാര്യം അത്രയല്ലേ പറ്റുള്ളൂ. പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു രസകരമായിട്ടൊരു അനുഭവമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ചായ കുടിക്കാനിരുന്നപ്പോ ഞങ്ങളെന്ന് അതിൽ പറയുന്നുള്ളൂ, 3 പേര് ഒരുമിച്ച് ചായ കുടിക്കാനിരുന്നപ്പോ പവലിയൻ ബുക്ക് ചെയ്തത് അഖിലേന്ത്യാ ലീഡർഷിപ്പാണ്. അതായത് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ വരുന്ന അഖിലേന്ത്യാ ലീഡറാണ് പവലിയൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നന്ദകുമാറിന്റെ കഴിവ് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബുക്ക് ചെയ്ത കസേരയിൽ നിന്ന് മാറി നന്ദകുമാർ മൂലയിലാണ് പോയിരുന്നത്. കാരണം അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നിഴലിൽ നടത്താൻ നന്ദകുമാറിനെ ഞാൻ ഇനി അനുവദിക്കില്ല. നിഴലിൽ നടക്കില്ലെന്നാണ്. അത്രേ ഉള്ളൂ. അത് എന്നോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ജയരാജനും ബഹുമാനപ്പെട്ട ജയരാജനും നന്ദകുമാറും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി. ശോഭാ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് 2 ഫ്ലൈറ്റല്ലേ ഉള്ളൂ ഒരേ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ. എനിക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ടല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ സാധാരണ ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പൊ എന്നോട് അപേക്ഷിച്ചു ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും കൊച്ചിയിൽ നിന്ന് വരരുത്. പോകുന്നത് ചെന്നൈ ടു ഡൽഹി, ഡൽഹി ടു ചെന്നൈ, കൊച്ചി. അങ്ങനെയാണ് ഞാൻ വന്നത്. ഞാനത് കേട്ടു. കാരണം അതെന്താണ്, എന്റെ പാർട്ടിക്കകത്തേക്ക് ഒരു വലിയ ആൾ വരുന്നു, ഞാൻ 2 കൈ സ്വീകരിക്കണ്ടേ. അത് അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല. ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ കണ്ടത്. അവരെ ഒരു ഫ്ലൈറ്റിൽ പോയോ, ഒരു സീറ്റിൽ ഇരുന്നോ, ഇതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ടിക്കറ്റ് അയച്ചു തന്നു. അതിന് ഞാൻ മറുപടി കൊടുത്തതൊന്നും ഒന്ന് വായിക്കണം. ഞാൻ കൊടുത്ത മറുപടി വായിക്കണം. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നിങ്ങൾ ഇതെല്ലാം വാർത്ത കൊടുക്കണം. നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം വാർത്ത കൊടുത്താൽ പോലും ഞാൻ വായിച്ച പോലെ നന്ദകുമാറിന്റെ ഫോൺ നമ്പർ ദുബായ് നമ്പറാണ്. സാധാരണ നാട്ടുപുറത്തുള്ള ജനങ്ങളെ പോലെ ഒരു കേരള നമ്പർ ഉപയോഗിച്ചില്ല. കള്ളനാണെന്നതിന് ഇതിൽ വലിയ തെളിവെന്താണ്? ഒരു കേരള നമ്പർ ഇല്ല. ശോഭാ സുരേന്ദ്രന്റെ ഒരേ ഒരു നമ്പർ, ആ നമ്പർ നഷ്ടപ്പെട്ട അടുത്ത നമ്പർ, അത് കേരള നമ്പർ. ഈ കേരളത്തിൽ ജീവിക്കുന്ന വലിയ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചു എന്ന് പറയുന്ന ദല്ലാളിന് നന്ദകുമാറിന് സ്വന്തമായിട്ടൊരു കേരള നമ്പർ ഇല്ല, ദുബായ് നമ്പറാണ്. ഈ നമ്പർ +971 5096934662. അതിൽ ഈ ടിക്കറ്റ് അയച്ചിരിക്കുന്നു. എത്ര തവണ എന്നെ വിളിച്ചിരിക്കുന്നു നോക്കൂ. 1 2 3 4 5 2 മെസ്സേജ് അയച്ചത് അദ്ദേഹം തന്നെ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് കൂടെ ഒന്ന് നോക്കാം. ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിൽ
അമ്പലത്തിൽ വന്ന് ക്ഷണിച്ചത് പത്രവാർത്തയായതിന്റെ ന്യൂസ് എനിക്ക് അയച്ചിരിക്കുക. ഞാൻ ഇതെല്ലാം ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂസ് അയച്ചിരിക്കുന്നു. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെ നിന്നുണ്ടായിരുന്നു? തിരിച്ചു വരാനായിട്ട് ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക്. എന്റെ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ടിക്കറ്റാണ് ഡൽഹിയിൽ തന്നത്. ഇത് ചെന്നൈ ഡൽഹി ഡേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എഴുതി നിങ്ങളൊന്ന് വരണം, ഒരാൾ വരണം. അല്ല പറ്റില്ല, അങ്ങനെ വേണ്ട. ഞാൻ എഴുതി ടിക്കറ്റ് പൈസ എല്ലാം 2 ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. ടിക്കറ്റ് പൈസ എല്ലാം നമുക്ക് ലാൻഡ് പൈസയിൽ കുറയ്ക്കാൻ പറ്റും. ടിക്കറ്റ് ചെന്നൈക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി ആ ചെന്നൈയിലേക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ. അപ്പൊ ഇത്രയും, അതായത് ഒരാള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി തന്നത് പോലും ഞാൻ എന്റെ ഭൂമി 8 സെന്റ് ഭൂമിയിൽ അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുമ്പോ അയാളുടെ നേളിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് എന്താണെങ്കിലും ഞാൻ അതിന് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം നന്ദകുമാറിനെ ഇറക്കിയതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടി അതിനകത്തുണ്ട്. നന്ദകുമാറിന് KC വേണുഗോപാലുമായിട്ട് കൂട്ടാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുമായിട്ട് കൂട്ടാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ടാണ്. ഇപ്പൊ MT രമേശ് പറഞ്ഞല്ലോ എനിക്കിതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം എന്താണ്? MT രമേശ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കേരളത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഈ കാര്യങ്ങളെ കുറിച്ച് ഇടപെടേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജോലി എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഈ നന്ദകുമാർ എന്ന് പറയുന്നവന് ഭ്രാന്തുമാണ്, പണം കിട്ടാനുള്ള ആർത്തിയുമാണ്. പക്ഷെ ഞാൻ ആകെ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് സന്തോഷം. കാരണം തലപ്പൊക്കമുള്ള ആളുകളൊക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, തലപ്പൊക്കമുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നല്ലോ. ഒരിക്കൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് കടലോര മേഖലയിലെ അമ്മമാര് സമരരംഗത്തായി യൂജിൻ പെരാജി, അതുപോലെ തന്നെ തോമസ് നെറ്റോ പിതാവ് ഉൾപ്പെടെയുള്ളവര് ആ സമയത്ത് സമരരംഗത്ത് നിൽക്കുകയും ഈ സമരരംഗത്ത് നിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ വിഷയം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരൺ അദാനിയുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ട്. അപ്പൊ കരൺ അദാനിയുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും എനിക്ക് അതുപോലെ തന്നെ പിതാക്കന്മാരുമായിട്ടും എനിക്ക് സംസാരിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഒരാൾ എന്നോട് പറയുകയാണ്, അദാനിയുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ഈ പറയുന്ന ആള്. എങ്ങനെയാ ഈ ബന്ധം ഉണ്ടാക്കുന്നത്? ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ പിന്നെയാണ് പഠിച്ചത്. അതായത് എന്നെ സത്യത്തിൽ ഈ വലിയ നേതാവിനെയും എന്നെയും വെച്ച് വിലപേശാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചുകൊണ്ടാണല്ലോ ഇത് പരിപൂർത്തിയിലെത്താഞ്ഞത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി, നന്ദകുമാറിനെ കുറിച്ച്. അങ്ങനെ പഠിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഫ്ലൈറ്റിൽ വലിയ വലിയ ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ അയാൾ ഏത് സീറ്റിലാണ് ഇരിക്കുന്നത് എന്ന് നോക്കും. അയാൾ അരികിൽ പോയിരിക്കും, ബിസിനസ് ക്ലാസ്സിൽ പോയിരിക്കും. പിന്നെ അദാനി വന്ന് ഇറങ്ങുന്ന നമസ്കാരം. സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. അവസാനവട്ട വോട്ടുറപ്പിക്കുവാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഉറച്ച വിജയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ ജയ ജയ ജനഹിതത്തിലേക്ക് സ്വാഗതം. നാടിളക്കി ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണത്തിന് ശേഷം കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് നിശബ്ദ പ്രചാരണവുമായി അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ്. ജില്ലകളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങി തുടങ്ങും. വൈകിട്ട് 6 മണി വരെയാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള സമയം. 2.77 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. നിശബ്ദ പ്രചാരണത്തിലൂടെ സ്ഥാനാർത്ഥികളെല്ലാം അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലുമാണ്. ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 9 മണി മുതൽ ആരംഭിച്ച് ഉച്ചയോടെ എല്ലായിടത്തും വിതരണം പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാനത്ത് 54 സഹായ ബൂത്തുകൾ ഉൾപ്പെടെ 27
25,231 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 742 അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും 1161 പ്രശ്നബാധിത ബൂത്തുകളിലും കർശന നിരീക്ഷണമുണ്ടാകും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെല്ലാം പോളിംഗ് ബൂത്തുകളിൽ തത്സമയ നിരീക്ഷണവും ഉണ്ടാകും. മറ്റ് ജില്ലകളിൽ 75% മാത്രമായിരിക്കും ഈ സംവിധാനം. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കായി 50 നിരീക്ഷകരുമാണ് സംസ്ഥാനത്തുടനീളമുള്ളത്. 25,231 ബൂത്തുകളിലായി 30,238 ബാലറ്റ് യൂണിറ്റുകളും 30,238 കൺട്രോൾ യൂണിറ്റുകളും റിസർവ് യന്ത്രം ഉൾപ്പെടെ 32,698 VVPAT യന്ത്രങ്ങളുമാണ് വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്നത്. 31,000 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്രസേനയുടെ സുരക്ഷയും ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മികച്ച വിജയം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി വി ജോയ്. അടിയൊഴുക്കുകൾ ഉണ്ടാകാമെങ്കിലും അതൊന്നും വിജയത്തെ ബാധിക്കില്ലെന്ന് അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിപ്പിച്ചു. ഇപ്പോൾ നിശബ്ദ പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയ് MLA നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ അവസാന റൗണ്ട് കഴിയുമ്പോഴേക്കും? അപ്പോൾ ഇന്നലത്തോടെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. രാവിലെ തൊട്ട് കുറച്ച് വ്യക്തികളെല്ലാം കാണാനുണ്ടായിരുന്നു. അവരെല്ലാം ഒന്ന് കണ്ടു. ചില മരണങ്ങളിൽ പോയി, കല്യാണങ്ങളിൽ കയറി, അങ്ങനെ ഒരു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ 7 മുതൽ പോളിംഗ് ആണ്. ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം എല്ലാം നടക്കുന്നത്. ഈ അവസാന നിമിഷമാണ് അടിയൊഴുക്കുകളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയപ്പെടുന്നത്. എങ്ങനെയാണ് മണ്ഡലത്തിലൊരു അവസ്ഥ, നമ്മുടെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ? അടിയൊഴുക്കുകളെന്ന് പറയാനായിട്ട് നമുക്കില്ല. പിന്നെ ചെറിയ സ്വാധീനങ്ങൾ, ചില കാശ് കൊടുപ്പ്, ചില മദ്യം കൊടുപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കില്ല. നന്നായിട്ട് ജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൊതുവേ BJP തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ കഴിഞ്ഞാൽ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു സ്ഥലമാണ് ആറ്റിങ്ങൽ. അത്തരം ഒരു ത്രികോണ മത്സര രീതി തന്നെ ഉണ്ടായിരുന്നു മണ്ഡലത്തിൽ? BJP കേന്ദ്രമന്ത്രി മത്സരിക്കുന്നത് കൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു ശ്രദ്ധ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു നേരിട്ടുള്ള ഫൈറ്റാണ് വന്നിട്ടുള്ളത്. LDFും UDFും തമ്മിലുള്ളൊരു ഫൈറ്റാണ് വന്നിട്ടുള്ളത്. അവരവരുടെ നന്നായിട്ടുള്ള പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MPയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതൊക്കെ തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ മണ്ഡലത്തിൽ നിർണായകമാവുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. പൊതുവേ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിലവിലുള്ള MPയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വിലയിരുത്തൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ്, ഈ പാർലമെൻറ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. പിന്നെ സ്വാഭാവികമായിട്ട് സംസ്ഥാനത്തിൻ്റെ ചില കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാമാണ് പ്രധാനമായിട്ട് ചർച്ചയായിട്ടുള്ളത്. വേറെ മറ്റു കാര്യങ്ങളൊന്നും മണ്ഡലത്തിൽ അങ്ങനൊരു സീരിയസ് ആയ ചർച്ചയായിട്ട് വന്നിട്ടില്ല. ഏതായാലും ഇതാണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. ആ ആത്മവിശ്വാസം ഒട്ടായി മാറുമെന്ന് തന്നെ കരുതിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ക്യാമറമാൻ പ്രേഷ് ശങ്കറിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. അടിസ്ഥാന വികസനത്തിൽ ഏറെ പിന്നിലാണ് മണ്ഡലം. അവ മെച്ചപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഇപ്പോൾ വി മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് അവസാനവട്ടത്തെ ഒരു പ്രചരണം? പ്രചരണം ഇന്നലെ അവസാനിച്ചു. എനിക്ക് പ്രചരണത്തിൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് നേരിൽ കാണാൻ പറ്റാതിരുന്ന ചില പ്രദേശങ്ങളിലെ ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും സ്ഥലങ്ങളിൽ പോകുന്ന പല സ്ഥലങ്ങളിലും ആളുകൾ അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. കുടിവെള്ളമില്ല, വീടില്ലാത്ത പ്രശ്നം, സഞ്ചാരയോഗ്യമായിട്ടുള്ള വഴിയില്ലാത്ത പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും എനിക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷം ഇവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ ഒരു വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എന്നുള്ള ആ ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതലായിട്ട് ബോധ്യപ്പെടുന്നത്. ആറ്റിങ്ങലെ കാറ്റ് അനുകൂലമാകും തീർച്ചയായിട്ടും, 100%. മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് പുതുതായിട്ട് നമ്മൾ? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എല്ലാവർക്കും കുടിവെള്ളം ഉണ്ടാവുക എന്നുള്ളതാണ്. കുടിവെള്ളം, വീട്, റോഡ്,
ഇത് മൂന്നും എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ധാരാളം മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എയിംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ദേശീയപാതകൾ, ഒന്ന് ഔട്ടർ റിംഗ് റോഡ്, മറ്റൊന്ന് അംബാസമുദ്രം. പിന്നെ നമ്മുടെ മെട്രോ പിന്നെ ആറ്റിങ്ങൽ വരെയും നെടുമങ്ങാട് വരെയും നീട്ടുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ, അപ്പോൾ ഇതുപോലെയുള്ള മാത്രമല്ല പട്ടികജാതി കോളനികളിൽ പ്രത്യേകിച്ച് അവിടെയുള്ള കുട്ടികൾക്ക് തൊഴിൽ നൈപുണ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, അതിനു വേണ്ടിയിട്ടുള്ള തൊഴിൽ മേളകൾ, അവർക്ക് തൊഴിൽ കിട്ടാവുന്ന തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള 16 പദ്ധതികൾ ഞാൻ ഇതിനകം തന്നെ എൻ്റെ വികസന രേഖയുടെ ഭാഗമായിട്ട് പുറത്തിറക്കി. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. വെബ്കാസ്റ്റിംഗും മറ്റും നടത്തി അതിനാവശ്യം വേണ്ടുന്ന നടപടികൾ പ്രത്യേകമായി സ്വീകരിക്കണം എന്ന് കോടതിയിൽ തന്നെ ഉണ്ടായി. ആ ഉത്തരവ് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞു, സ്ഥാനാർത്ഥികളെ ഇത് ബോധ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം എന്നാണ് കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നലെ രാത്രിയും ഇന്നുമായി നമ്മുടെ ഇലക്ടറൽ ഓഫീസർമാർ ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ചില ലിസ്റ്റുകളുണ്ട്. ആ ലിസ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ ഭാഗത്തും പറഞ്ഞിട്ടുള്ളത് ചില ആളുകൾ താമസം മാറി ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു, അവരുടെ ഇത് ഒഴിവാക്കി അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി എന്നുള്ളതിന് പകരം ചില ആളുകൾ ഗൾഫിലാണ്, അതുപോലെ തന്നെ മറ്റ് ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരു ലിസ്റ്റ്, ഒരു വേഗമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ബഹുമാനപ്പെട്ട ഇലക്ടറൽ ഓഫീസർമാരിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു വേഗമായിട്ടുള്ള റിപ്പോർട്ട്, ഒരു ലിസ്റ്റ് തന്നു എന്ന് പറയുമ്പോൾ ഇത് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തി. എന്ന് വെച്ചാൽ ഞങ്ങൾ ഉദാഹരണത്തിന് ഒരു നിയോജകമണ്ഡലത്തിലുള്ള വോട്ടർമാർ 2 വോട്ടുള്ളവരും 3 വോട്ടുള്ളവരുമുണ്ട്. അത് കൃത്യമായി ബോധ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു ഉത്തരവ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ആ ലിസ്റ്റ് ഉത്തരവ് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഇന്ന് എൻ്റെ ഓഫീസും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇലക്ഷന്റെ ചുമതല വഹിക്കുന്ന ഓഫീസുകളിലും മറ്റും ഇതുപോലെ ഒരു ലിസ്റ്റ്, അതായത് ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് മരണപ്പെട്ടവർ, ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളവർ, അതുപോലെ ഗൾഫിലുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കുറെ ലിസ്റ്റുകളാണ് അവിടെ ഹാജരാക്കിയിട്ടുള്ളത്. ഇതല്ല എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ലിസ്റ്റുകൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരാതിയല്ല ഞാൻ കോടതിയിൽ കൊടുത്തിരുന്നത്. കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരേ ആളുകൾക്ക് തന്നെ 1-2 വോട്ടുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ. ആ പെറ്റീഷൻ അനുസരിച്ച് ഒരു ഉദാഹരണം ഞാൻ പറയാം. വാമനപുരം മണ്ഡലത്തിൽ ഒരു അയൂബ് ഖാൻ, അദ്ദേഹത്തിന് ID കാർഡുണ്ട്. ആ ID കാർഡ് 803 അതേസമയം തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ പേര്, അയൂബ് ഖാന്റെ പേര് 804 വീണ്ടും വന്നിരിക്കുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ. അതുപോലെ ഒരാളുടെ പേരല്ല, ഒട്ടനവധി ആളുകളുടെ പേര് 817 വോട്ട് വാമനപുരത്ത് തന്നെ അഭിനന്ദ്, അത് 818 വീണ്ടും അഭിനന്ദിന് വോട്ട് വന്നിരിക്കുന്നു.
വീണ്ടും ഒരേ അഡ്രസ്സ് തന്നെ, ഒരേ അഡ്രസ്സിൽ തന്നെ ഒരേ ആൾക്ക് തന്നെ 2 വോട്ടിനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. ഈ 2 വോട്ടിനുള്ള അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ID കാർഡ് കിട്ടുന്നത്? ID കാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇതിനകത്ത് സുതാര്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലെ ID കാർഡ് കൊടുക്കാൻ പറ്റില്ല. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് കോടതിയിൽ. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ബാക്കിയുള്ളതെല്ലാം ഓരോ നിയോജകമണ്ഡലത്തിലുള്ളതും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അത് ഓരോ ഭാഗത്തും ഒരേ ആളുകളുടെ പടം 2-3 ഇടത്ത് വരിക, അവർക്ക് 2-3 ID കാർഡ് കൊടുക്കുക. ആ ID കാർഡ് കൊടുക്കുന്നതനുസരിച്ച് വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യും എന്നുള്ളതാണ് മറ്റ് ചില ആളുകളുടെ താല്പര്യം അവർ പറയുന്നത്. ബഹുമാനപ്പെട്ട കളക്ടർ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നി. അദ്ദേഹം ആണോ കാൻഡിഡേറ്റായി മാറിയിരിക്കുന്നതെന്ന് എനിക്ക് ഒരു ചെറിയ സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി കണ്ടുകളയാം എന്ന് തീരുമാനമെടുത്തത്. എന്റെ ആവശ്യം ഒറ്റ കാര്യമുള്ളൂ, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കണം. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അപ്പാടെ നടപ്പാക്കുവാൻ ഈ ജില്ലാ ഭരണകൂടം തയ്യാറാകണം. സാധാരണഗതിയിൽ ജില്ലാ ഭരണകൂടം ഒരു സുതാര്യതയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യം വേണ്ടുന്ന കളമൊരുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം ആരും ഇവിടെ ഡബിൾ വോട്ടിംഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രചാരകനായി അദ്ദേഹം മാറിയത് ഏതർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് എന്തായാലും കോടതിയിൽ പോകേണ്ട, ഇപ്പോൾ കോടതിയുടെ മുമ്പിലെ നീതിക്ക് വേണ്ടി പോകാൻ പറ്റുകയുള്ളൂ. ഈ സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം ഈ സർക്കാരിന് മുമ്പിൽ നീതിക്ക് വേണ്ടി പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് കോടതിയിൽ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് കോടതിയിൽ വീണ്ടും മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. എന്റെ ആക്ഷേപം എന്ന് പറയുന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ എങ്ങനെ 2-3 ആളുകൾക്ക്, അല്ല 2-3 ആളുകൾക്കല്ല, ഒരേ ആളുകൾക്ക് തന്നെ 2-3 ഇടത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടി അവർക്ക് ID കാർഡ് കൊടുത്തു. ഈ ID കാർഡ് കൊടുത്ത ഉദ്യോഗസ്ഥൻ ആര്, അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥൻ ആര്, അവരെ കണ്ടെത്തണം. അവരെ പോലെയുള്ള ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാനിത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിലും ഇതേ വിഷയം തന്നെ ഞാൻ ഉന്നയിച്ചിരുന്നതാണ്. ഇതേ വിഷയം ഉന്നയിച്ചപ്പോൾ അന്നത്തെ കളക്ടർ, അന്ന് ഉണ്ടായിരുന്ന കളക്ടർ എടുത്ത ഒരു തീരുമാനമെന്ന് പറയുന്നത്, അങ്ങനെ ആരെങ്കിലും രണ്ടാമത് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് വളരെ വ്യക്തതയോടുകൂടി അവർ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചതനുസരിച്ച് ഏതാണ്ട് 58,000-ലധികം ആളുകൾക്ക് അന്ന് വോട്ട് ചെയ്യാൻ എത്തിച്ചേർന്നില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. എന്നുവെച്ചാൽ ഒരാൾക്ക് തന്നെ 2, 3, 4 ഇടത്ത് വോട്ടുണ്ടായിരുന്ന ആളുകളിൽ പല ആളുകളും ഭയപ്പെട്ടുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഇപ്പോഴത്തെ കളക്ടർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആർക്കും വരാം, എപ്പോഴും വരാം. അവർക്ക് ID കാർഡ് ഉണ്ടെങ്കിൽ, അത് കളക്ടർ പറയുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിച്ചു. അവിടെയാണൊരു സംശയം. മറ്റൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് അവരുടെ കയ്യിൽ ID കാർഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യമാണ് മറ്റൊരു സ്ഥാനാർത്ഥി ഉന്നയിച്ചത്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുന്നത് കോടതി പറഞ്ഞിട്ടുള്ള ഉത്തരവ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. പലയിടങ്ങളിലും പല തരത്തിലും ഇത് അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വളരെ അടിയന്തരമായി ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഈ കാര്യത്തിൽ കളക്ടറുടെ ഭാഗത്തു നിന്ന് എടുത്ത ഒരു തീരുമാനം ശരിയോ തെറ്റോ എന്ന് അദ്ദേഹം വിലയിരുത്തൽ നടത്തണം.
അദ്ദേഹം ഈ കാര്യത്തിൽ എന്താണ് ഇന്നിപ്പോ നിങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ടാലും അദ്ദേഹത്തിന് ചിലപ്പോൾ മറുപടി പറയാനുള്ളത് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ആരെങ്കിലും അദ്ദേഹത്തെ ബ്രീഫ് ചെയ്ത് കൊടുത്തതനുസരിച്ചായിരിക്കും പറയുന്നത്. അത് സത്യസന്ധമാണോ എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണാത്മകമായ ഒരു കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഓരോ നിയോജകമണ്ഡലത്തിലുമുള്ള ഡബിൾ വോട്ടിങ്ങിന്റെ മുഴുവനായിട്ടല്ലെങ്കിലും നിങ്ങളെ പെട്ടെന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് കുറേശ്ശെ കാര്യങ്ങൾ ഞാൻ എടുത്തതാണ്. ബാക്കിയുള്ളത് എൻ്റെ കൈവശമുണ്ട്. ഞാൻ എല്ലാ ബൂത്തുകളിലും ഡബിൾ വോട്ടിങ് വന്നിട്ടുള്ളതിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി ബൂത്തുകളിലും അതുപോലെ പോളിംഗ് ഓഫീസർക്കും നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങൾ സുതാര്യതയോടുകൂടി സഹായകരമായ ഒരു നിലപാട് എന്ന് വെച്ചാൽ സഹായകരമായ നിലപാടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അടൂർ പ്രകാശിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല, സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇല്ല, ഞങ്ങൾ തടയേണ്ട കാര്യമില്ലല്ലോ. വെബ്കാസ്റ്റിംഗ് ഉണ്ട്. ഞങ്ങൾ അവിടെ ഡബിൾ വോട്ടിങ്ങിന് വേണ്ടി ആള് കയറി വന്നാൽ ഇത് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്, ഈ ആള് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് കോടതിയുടെ ഉത്തരവുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് മറ്റെങ്ങും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അഫിഡവിറ്റ് എഴുതി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം. അങ്ങനെ തടയുമല്ല. അപ്പൊ ആ അഫിഡവിറ്റ് എഴുതി കൊടുക്കാൻ തയ്യാറാകേണ്ടി വരും. ഇതിപ്പോ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്കെതിരെ കൂടിയാണ് അന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അങ്ങനെ ആരോപണം വരുമ്പോൾ കളക്ടർ ആർക്കെങ്കിലും വേണ്ടി പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം നിഷ്പക്ഷതയോടുകൂടി കാര്യങ്ങൾ നിറവേറ്റും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അദ്ദേഹം ഇന്ന് രാവിലെയും നിങ്ങളെ കണ്ടു എന്ന് പറയുന്നു. ആ വാർത്തകൾ കണ്ടപ്പോൾ ആർക്കോ വേണ്ടി അദ്ദേഹം വാദിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ കൂടി വിളിച്ച് അറിയിക്കണം എന്ന് തീരുമാനിച്ചത്. ഇപ്പോ കളക്ടർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതായി സ്ഥലം മാറിപ്പോയവരോ താമസിക്കുന്നവരോ വിദേശത്ത് പോയവരെയോ വോട്ട് ഇങ്ങനെ ഇരട്ട വോട്ടല്ല, അതായത് എം പി ഉന്നയിക്കുന്ന പരാതിയിൽ ആ പറയുന്ന ഇരട്ട വോട്ടല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എം പി തന്നെ മറുപടി പറഞ്ഞു, ഇപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, ഈ പോളിംഗ് ഇന്റലിജൻസിന് തന്നെ ഇടപെടാം, ആ ഇരട്ട വോട്ടാണെന്ന് ചലഞ്ച് ചെയ്യാം, അതിനുള്ള സംവിധാനങ്ങൾ ഈ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടല്ലോ. അങ്ങനെ ഈ ആരോപണത്തിന് കഴമ്പില്ല എന്നാണ് അദ്ദേഹം വിശദീകരണമായി പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒന്നുമില്ല, ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്നു, അവരുടെ പേരുകൾ. ആ ലിസ്റ്റുകളൊക്കെ ഞങ്ങളുടെ ഈ തന്നു കളക്ടർ അല്ലല്ലോ. കളക്ടർ നിർദ്ദേശാനുസരണം ഇലക്ഷൻ ഓഫീസർമാർ എന്റെ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ അതുകൂടാതെ മരണപ്പെട്ടവരുടെ, അതുകൂടാതെ ഗൾഫിലുള്ള ആളുകളുടെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ആക്ഷേപം എന്ന് പറയുന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുള്ള ആളുകൾ 1-2 വോട്ടുള്ളവർ അവര് വോട്ട് ചെയ്യുന്നത് എങ്ങനെ, അവർക്ക് ആരാണ് ഈ ID കാർഡ് വിതരണം ചെയ്തത്? ഈ ID കാർഡ് വിതരണം ചെയ്യാൻ ഉത്തരവാദിത്വം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരെ കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ആളുകളെ കണ്ടെത്തി നിർബന്ധമായും അവർക്കെതിരെ നടപടികൾ കൃത്യമായി ഉണ്ടാകണം. അതാണ് എന്റെ ആവശ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞേക്കുന്നത് കള്ള വോട്ടുകളില്ല, പക്ഷേ ഡബിൾ വോട്ടിങ്ങുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഇതുമായി പ്രതികരിക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള കാര്യങ്ങളാണ്, വസ്തുതയില്ല. ചില വോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ഇരട്ട വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് ജില്ലാ കളക്ടർക്കെതിരെയും ഭരണാധികാരിക്കെതിരെയും ഇതിന് ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ സംവിധാനം ഇരട്ട വോട്ട് ഉണ്ടാകില്ല എന്ന് തീർത്ത് പറയുമ്പോൾ നിരന്തരം അല്ല, അങ്ങനെ അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിൽ ഞാൻ ഒരു മറുപടി പറയട്ടെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മാന്യതയോടുകൂടി ഒരു കാര്യം പറയാം. ആരെങ്കിലും ഡബിൾ വോട്ടിങ് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ 2 ഇടത്ത് വോട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കേണ്ടതിന് പകരം
ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങനെ ഒരു അപാകതയില്ല എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കുന്ന ഏർപ്പാട് ശരിയല്ല. അത്രയേ ഉള്ളൂ. ഈ അങ്ങയുടെ പ്രതിയോഗിയായ സ്ഥാനാർത്ഥി ഇന്നും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, വ്യാപകമായി പണം ഒഴുക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ അല്പം ഈ നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രകീർത്ത് എന്ന് പറയുന്ന ഒരു DC സംഘത്തിന് 6,500 രൂപയിൽ പിടിച്ചിട്ടുണ്ട്. അതായത് സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആ ഒപ്പം കാശും കൊടുത്തു. അപ്പൊ അങ്ങനെ അവിടെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടിച്ചു. അതിൽ നിന്ന് കാശും കൈവശം ഉണ്ടായിരുന്നു 6,500. അങ്ങനെ ഒരു ആരോപണം അങ്ങേക്കെതിരെ വ്യാപകമായി വരുന്നുണ്ട്. ഇത് ഒരു കാര്യം ഞാൻ പറയാം, തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ആളുകൾക്ക് ഇപ്പോൾ ബൂത്തുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ പ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് ചിലപ്പോൾ ചില സഹായങ്ങൾ പാർട്ടിയിൽ നിന്നല്ല, ഞങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളത് കൊണ്ട് നാട്ടുകാരിൽ നിന്നും പണം പിരിച്ച് ഞങ്ങൾ ഓരോ സ്ഥലത്തും, ഞങ്ങളെന്ന് പറയും ഞാൻ കൊടുക്കുന്നു എന്നുള്ളതല്ല, ഓരോ അതാത് പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കാര് പണം പിരിച്ച് സമ്പത്തുണ്ടാക്കി അതാത് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങള് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടൊന്നും കൊടുക്കുന്നതല്ലല്ലോ. ഒരു 6,500 രൂപയോ അല്ലെങ്കിൽ 6,000 രൂപയോ കൊണ്ടുപോയി എന്ന് പറയുന്നു എങ്കിൽ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? അതിപ്പോ അടൂർ പ്രകാശ് കൊണ്ടുവന്ന് എവിടെ നിന്നും കൊടുക്കുന്നൊന്നുമല്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ ഉൾക്കൊള്ളുന്നു. ആ ചോദ്യത്തിന് എല്ലാവരും മറുപടി പറയണം. ഇതിപ്പോ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഒരു ഭാഗത്തെ മാത്രം എങ്ങനെയും ഇതിനകത്ത് ചതിക്കുഴിയിൽപ്പെടുത്താം എന്ന് തീരുമാനിച്ചാൽ അത് നടക്കില്ല. ജനാധിപത്യം വരൂ, അത് സമ്മതിച്ചോ? അല്ല, അത്യാവശ്യം ചെലവിനായി ഞങ്ങൾ പണം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു. അതുകൂടെ നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് അത്യാവശ്യം ചെലവിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടി അതാത് സ്ഥലങ്ങളിൽ റെസിപ്റ്റും മറ്റും കൊടുത്തിട്ടുണ്ട്. അവര് പണം കണ്ടെത്തി അതാത് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. വോട്ടർമാർക്കൊന്നും പണം കൊടുക്കുക 6,500 ആർക്ക് വേണം? അങ്ങനെയാണെങ്കിൽ ഇവിടെ പണം കൊണ്ടുവന്ന് ഒഴുക്കുകയല്ലേ? പണം കൊണ്ടുവന്ന് ഒഴുക്കുന്ന ആളുകളെ കുറിച്ച് ഒന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് അവരെ ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? കണ്ടെത്തണം. ഞാൻ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ താഴേക്ക് പോയി കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഇത് BJP അതുപോലെ CPM ഇവരൊക്കെ പണം എവിടെ നിന്നാണ് ഒഴുക്കുന്നത്? ഈ പണം ഒഴുക്കുന്നതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ജനങ്ങൾക്കറിയില്ലേ? ജനങ്ങൾ കാണുന്നതല്ലേ. ഓരോന്ന് കാണുമ്പോഴും ജനങ്ങൾക്ക് അത് കണ്ടെത്താനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് 2 ദിവസമായി അങ്ങ് അല്പം ഒന്ന് നിശബ്ദനായി, ഒന്ന് സൈലന്റ് ആയി എന്ന് പ്രതിയോഗി പറയുന്നുണ്ട്. അത് എന്തോ ഒരു അങ്ങും BJP-യോ എന്തോ ഒരു വോട്ട് കച്ചവടമോ രഹസ്യ ബാന്ധവോ ഒക്കെയാണ്. അങ്ങ് സൈലന്റ് ആവുന്നത് വേറെ എന്തോ അട്ടിമറിക്കാണെന്നാണെന്ന് എതിർ സ്ഥാനാർത്ഥിയായ ജോയി ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അദ്ദേഹം എന്തൊക്കെ ബാന്ധവം BJP-യും അവർ തമ്മിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. ഞാനതിന് മറുപടി പറയാൻ തയ്യാറല്ല. എനിക്കതിന്റെ ആവശ്യമില്ല. പരാജയം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കാരണം നേരത്തെ പറയുന്നു എന്നുള്ള കാരണം കൂടി പറയുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ആയിരുന്നു എങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞാൻ ഈ ആക്ഷേപം 1,12,000 വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് വന്നിട്ടുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന ആക്ഷേപം ഞാൻ ഉന്നയിക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുത്തതനുസരിച്ച് ആദ്യം അന്നത്തെ കളക്ടർ തന്നെ എന്നോട് വാക്കാൽ പറഞ്ഞത് ഇവിടെ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിലും 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ കൊടുത്ത കാര്യങ്ങൾ പരിശോധന നടത്തിയതിനു ശേഷം ഇലക്ഷൻ കമ്മീഷൻ തന്നെ നിർദ്ദേശം കൊടുത്തു. സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ്, സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞതനുസരിച്ചാണ് അന്നത്തെ ചുമതല ഉള്ള നമ്മുടെ ജില്ലാ കളക്ടർ പറഞ്ഞു ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ വന്നാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇപ്പോഴത്തെ കളക്ടർക്ക് എന്താ നാവില്ലേ ഇത്തരം കാര്യങ്ങൾ പറയാൻ? ആരെങ്കിലും പിടിച്ച് മുറുക്കിയിട്ടിരിക്കുകയാണ്? അതൊന്നും അല്ലല്ലോ. കളക്ടർ
സ്ഥാനാർത്ഥിയാക്കാണോ സ്ഥാനാർത്ഥി എന്ന് പോലും താങ്കൾ ചിന്തിച്ചു പോയി? അല്ല, ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ അങ്ങനെ കരുതിയില്ല. ജില്ലാ കളക്ടറെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു പിന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നു, അദ്ദേഹത്തിൽ ഇത്തരത്തിലൊരു ഒരു പ്രഖ്യാപനം വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായി നിങ്ങളെ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അല്ല, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി. പക്ഷേ അദ്ദേഹം ചെയ്തുകൂടാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എന്നും ഒരേ തരത്തിൽ പിന്നെ ഈ ഭരണമൊന്നും ഒരേ തരത്തിലൊന്നും പോയില്ല. അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളല്ലോ. അതിനുള്ള സമയമുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് അവിടെ വെച്ച് കാണാം. അതിനകത്തൊന്നും എനിക്ക് വിരോധമില്ലല്ലോ. ഞാൻ അതിനകത്ത് മാറ്റങ്ങൾ വരത്തില്ലെന്നോ വരുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ലല്ലോ. അവിടെ വെച്ച് നമുക്ക് കാണാം. 101% കോൺഫിഡൻസിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമാണ് ബോഡി ലാംഗ്വേജ് ശരീരഭാഷയെ കാണുന്നില്ല. ഇത് ഒരു 4-5 വർഷമാകുമ്പോഴത്തേക്കും ശരീരഭാഷയിൽ ഉണ്ടാകുന്ന അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ ശരീരത്തിൽ മാനസിക നിങ്ങൾക്കും ഉണ്ടല്ലോ, എന്റെ മാത്രമല്ലല്ലോ. ഇപ്പൊ ശരീരഭാഷ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ലല്ലോ, അതിന് പല കാര്യങ്ങൾക്കാണ്. അതിനകത്ത് കാര്യമില്ല. അപ്പൊ ഇതൊന്ന് ദയവായി നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് കൊടുക്കണം. ഈ കാര്യങ്ങൾ ഒന്ന് അറിയേണ്ടവർ ഒന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അടിയന്തരമായി വിളിച്ചത്. നിങ്ങളിവിടെ വന്നതിൽ സത്യത്തിൽ നിങ്ങളോടുള്ള നന്ദി ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. പിന്നെ ഞാൻ പോവുക, ഇതിനുവേണ്ടി മാത്രം ഇവിടെ വന്ന. എന്റെ വോട്ട് പിന്നെ അടൂര രാവിലെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇല്ല രാത്രി കുറെ വൈകിട്ട് അല്ലല്ല അടൂര് പിന്നെ പത്തനംതിട്ട. ഞാൻ എന്റെ വോട്ട് 96 മുതൽ ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്നു. എന്റെ വോട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടില്ല. ഒരേ ബൂത്തിൽ തന്നെ പോയാണ് ഞാൻ ഈ ഇത്രയും തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ രാവിലെ വെളുപ്പം കാലത്ത് എൻ്റെ വീട്ടിൽ പോയി പിന്നെ കുളി കഴിഞ്ഞ് കുടുംബം വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ പോയി വോട്ട് ചെയ്ത് അടുത്ത തിരിച്ചിങ്ങോട്ട് കയറി. ഞാൻ അല്ല ഇന്നിപ്പം നാളെ ഒരു 7 മണി കഴിയുമ്പോഴത്തേക്ക്. അല്ല മനസ്സിന്റെ അല്ലെന്നേ അത് ഓക്കെ. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലേ? ഓരോ സ്ഥലത്തും ഡബിൾ വോട്ടിംഗ് വന്നേക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും അത് ശരി, കാണിച്ചു തരാം. കിട്ടുമോ അത്? ഇനിയുണ്ട്, ഇങ്ങനെ എടുക്കാൻ ഒരുപാടുണ്ടോ? എന്തോ ഏതാ? ഇതൊക്കെയാണ് ഡബിൾ വോട്ടിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ സ്ഥലം മാറി അപ്പുറത്തെ വീട്ടിലോട്ട് പോയി താമസിച്ചു എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്.
അവിടെയാണ് തർക്കം. ഏഴ് അസംബ്ലി നിയോജകമണ്ഡലത്തിലുള്ളത് എന്റെ കൈവശമുണ്ട്. നിങ്ങൾ ഒന്ന് മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ട് ഒരു കഴിഞ്ഞു.